എങ്ങനെയുണ്ട് നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ച്? ജസ്റ്റ് വന്നതേ ഉള്ളൂ, എന്താന്നൊക്കെ കാണാൻ പോവാണ്. എന്താണ് എക്സൈറ്റ്മെന്റ്? ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്, എല്ലാവരെയും വീണ്ടും കാണാൻ പറ്റുന്നത്. 30 years കഴിഞ്ഞിട്ട് തുടങ്ങിയ ഒരു ഫംഗ്ഷൻ ആണല്ലോ. അതെ അതെ അതെ, എനിക്കതിന് ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു കുടുംബ അല്ലേ സംഗമം പോലെ ചെയ്യുന്നത്. ഭയങ്കര എക്സൈറ്റഡ് ആണ്, എല്ലാവരെയും കാണാൻ പറ്റുന്നു, ഫാമിലിയെ കാണാൻ പറ്റുന്നു. അതൊക്കെ തന്നെ. പ്രോഗ്രാം ചെയ്യുന്നുണ്ട്? ഞാനൊന്നുമില്ല, ചിലപ്പം ഒരു റാംബോക്ക് കാണും. വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടോ? അച്ഛനുണ്ട്, അച്ഛൻ എവിടെയോ പോയിരുന്നു. അവർക്കൊക്കെ ആക്ച്വലി ഫസ്റ്റ് ടൈം അല്ല ഇങ്ങനെ ഒരു വിസിറ്റ് ചെയ്യാൻ പറ്റുന്നല്ലേ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. എന്നെ എന്തോ ചീത്ത പറയാനാന്ന് തോന്നുന്നു. ആ ഗൗരവം കണ്ടിട്ട് ഞാൻ ചോദിക്കട്ടെ, എന്താ ഫുട്ബോളിന്റെ അവിടെ നിൽക്കുന്ന ആളായിരുന്നല്ലോ. എവിടെയാ ചേച്ചി? ഫുട്ബോളല്ലേ? ഫുട്ബോളിന് കളിക്കാൻ പറഞ്ഞു, ഒന്നും അറിയില്ല. പണ്ട് എന്തോ ഞാൻ അപ്പോഴേ വിചാരിച്ചല്ലോ അവര് തോറ്റു പോകുന്നു. അപ്പൊ ചേച്ചി കളിയൊന്നും കണ്ടില്ല കേട്ടോ, ചുമ്മാ അങ്ങ് പറയാ. എന്റെ അടുത്ത് വന്ന് ചോദിച്ചു ആര് ജയിക്കും. ഞാൻ പറഞ്ഞു കളിയുടെ മട്ടും ഭാവം എനിക്ക് ഇവിടെ നിന്ന് കാണുമല്ലേ, ഞാൻ അവിടെ വന്നില്ലെന്നുള്ളതേ ഉള്ളൂ, ഞാൻ ഇവിടെ ഇരുന്ന് കണ്ടോണ്ടിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു മിക്കവാറും സുരേഷ് ചേട്ടന്റെ ടീം ജയിക്കുന്നു. അത് നമ്മുടെ ടീം. ഞാനൊരു കറക്കി ഇറങ്ങിയതാ, പക്ഷെ എനിക്ക് പ്രൈസ് അടിച്ചു. അതെ, എന്റെ ദൈവമേ, ഞങ്ങൾ ജയിച്ചു, പ്രൈസ് അടിച്ചത് ഇവിടെ ടി വി കൊണ്ട് വീട്ടിൽ പോവാ. അതെ, നല്ല കഥയായിട്ടോ. ദൈവം എന്റെ കൂടെ ആയിപ്പോയി ആ സമയത്ത്. ടി വി നമുക്ക് തരുമോ? പിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടുപോകും. എന്താ ചെയ്യാ, നമ്മള് കളിച്ചു, ടി വി കിട്ടിയത് ഇവിടെ ഭാഗ്യം. എനിക്ക് അഭിമാനിക്കാമല്ലോ, എന്റെ അമ്മയിലെ എന്റെ സഹോദരങ്ങൾ കളിച്ച ടി വി ആണ് ഇത് ഈ കിട്ടി, എനിക്ക് സമ്മാനം കിട്ടിയത് പറയാമല്ലോ. ചോദിച്ചേ, എനിക്ക് ടി വി കിട്ടിയോ ചോദിച്ചു, ഗിഫ്റ്റ് ടി വി കിട്ടിയോ ഗിഫ്റ്റ് ചോദിച്ചേ. ടി വി കിട്ടിയ ഗിഫ്റ്റ് ടി വി കിട്ടി കേട്ടോ. ഒരു ഉമ്മ കൊടുത്തേ, ഒരു ഉമ്മ കൊടുത്തേ. അനിക്കുട്ടന്റെ കുഞ്ഞാ, അതവൻ കീഴ് നിൽക്കണ. അവൻ ഫോണൊക്കെ അടിച്ചു മാറ്റാനുള്ള പരിധി. ഗെയിം ചേച്ചി എല്ലാവരോടും ചോദിച്ചു, മുട്ടമ്മ എല്ലാവരോടും ചോദിക്കട്ടെ, അല്ലെ വഴക്ക് പറയും. ഫോൺ എടുക്കാൻ പാടില്ല, ഇതിൽ കേൾക്കും. നല്ല സുന്ദരിയായിട്ട് അങ്ങ് ഇരിക്കുകയാണല്ലോ, എനിക്ക് വയ്യ. മിനിങ്ങി ഭയങ്കര സന്തോഷം. ഒരു ഗോൾ അടിച്ചില്ലേ? കണ്ടു. പൊട്ടന്റെ മാവേലേറ് പോലെ ആയിരുന്നു വെച്ചേ. എനിക്കൊന്നും അറിയില്ല. പ്രോഗ്രാമൊക്കെ അടിപൊളി, ഒട്ടും പ്രതീക്ഷിച്ചില്ല. നമ്മുടെ ഷോ അതിനേക്കാളും ഗംഭീരമായിട്ട് വരാൻ പോവല്ലേ. നല്ലതാണ്. ഫാഷൻ ഷോ ഒക്കെ നടക്കാൻ പോകുന്നത്. ഫാഷൻ ഷോ, പിന്നെ നമ്മുടെ പാട്ട്, ഡാൻസ്, എല്ലാം വെറൈറ്റി പ്രോഗ്രാംസ്. സന്തോഷം. ചേച്ചിക്ക് ഇത്രയും വർഷമായിട്ട് വന്നിട്ട് ഇത് നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇപ്പം ഇപ്പോഴാണ് നടന്നത്. തുടക്കം മുതൽ മുരളിച്ചേട്ടൻ പറയുന്ന കാര്യം കുടുംബസംഗമം ചരിത്രത്തിലാദ്യമാണ് അല്ലേ, ലോക സിനിമയുടെ ചരിത്രത്തിലാദ്യം ഇങ്ങനെ ഒരു സത്യം. അതെ, നമ്മുടെ ഇൻഡസ്ട്രിയിലാണ് ഫസ്റ്റ് ടൈം നടന്നിരിക്കുന്നത് ഇത്രയും ഒരു ഫാമിലി ഇങ്ങനത്തെ ഒരു പ്രോഗ്രാംസ്. എല്ലാവരും തകർത്തങ്ങ് കളിക്കുക, എല്ലാവരും നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ ആദ്യമായിട്ടാണ്, ഇതാണ് എടുത്ത് പറയേണ്ട ഒരു കാര്യം, വേൾഡിൽ ഫസ്റ്റ് ടൈം ആണ് ആക്ച്വലി ഇങ്ങനെ ഒരു ഫാമിലി മീറ്റ് ആയിട്ട് വെക്കുന്നത്. അത് നമ്മുടെ മലയാളത്തിൽ അടിപൊളിയാണ്. അതാണ് നമ്മളെ ഇനി ഇതെല്ലാവരും ഏറ്റെടുക്കട്ടെ, അത് ഏറ്റെടുത്തോട്ടെ. പക്ഷെ നമ്മുടെ എപ്പോഴും നമ്മുടെ ആർട്ടിസ്റ്റുകൾക്ക്, ടെക്നീഷ്യൻസിനായാലും ഒരു താങ്ങും തണലുമായിട്ട് നിൽക്കുന്നത് സുഖത്തിലും ദുഃഖത്തിലും വീട്ടുകാരാണ്. അപ്പൊ അവരെ നമുക്ക് കാണാൻ പറ്റുക, എല്ലാവരും കൂടെ വീട്ടിൽ നിന്ന് എല്ലാവരും വരുന്നത് വരുമ്പോൾ അവർക്കൊരു സന്തോഷമാണ്. ഇനി എല്ലാ വർഷവും ഇത് വേണം. അവരെല്ലാരും അത് ഇനിഷ്യേറ്റ് ചെയ്ത് എടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷം. അതെ അതിൽ നമ്മൾ വിജയിച്ചല്ലോ. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്.
കളിയുടെ ഹരം കയറിയിട്ടിവിടെ ഇരിക്കുക കേട്ടോ എല്ലാവരും. വിചാരിക്കുന്നു ക്ഷീണിച്ചു വന്നിരിക്കുന്നു. ഇവര് പാവം ഡേ ആൻഡ് നൈറ്റ് വർക്ക് ചെയ്തുള്ള ടയേർഡ്നെസ് ആണ് ഇത്. ആക്ച്വലി ഇവരൊക്കെ ആ വർക്ക് ചെയ്തതിന്റെ ഫൈനൽ റിസൾട്ടാണ് ഈ കാണുന്നത് നമ്മൾ. ആക്ച്വലി എങ്ങനെ ഉണ്ടായിരുന്നു ചേച്ചി ചേട്ടാ ഒന്ന് പറയൂ നിങ്ങളുടെ എക്സ്പീരിയൻസ്. മറ്റുള്ള ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വന്ന് ഇപ്പോൾ വിസിറ്റ് ചെയ്തു വാ അടിപൊളി എന്ന് പറഞ്ഞിരിക്കുക. നിങ്ങളൊക്കെ ഹാർഡ് വർക്ക് ചെയ്ത ടീംസ് ഇതിന്റെ ബാക്കിൽ അതിന്റെ ഒരു എന്താ നിങ്ങളുടെ ഹാർഡ് വർക്കിനെ കുറിച്ചൊന്ന് പറയാമോ? ഒരു 2 സിനിമയിൽ ഫൈറ്റ് ചെയ്ത പോലെ ഉണ്ട്. ശരിക്കും കേട്ടോ. അത്രയ്ക്കും നടുവേദനയും കാലുവേദനയും. നമ്മളൊക്കെ കഴിഞ്ഞ 4-5 ദിവസമായിട്ട് രാത്രിയൊക്കെ ഉറങ്ങിയിട്ട് പോലും ഇല്ല. അത്രയധികം ഞാൻ മാത്രമല്ല എല്ലാവരും ഞങ്ങളുടെ ടീം വർക്കായിരുന്നു. ആ ടീമിലുള്ള എല്ലാവരും വളരെയധികം ഹാർഡ് വർക്ക് ചെയ്തിരുന്നു. ശരിക്കും പറയണേ ഇപ്പോഴും ഇവർ ടെൻഷനില്ല. ഇവർ 9 മണി കഴിഞ്ഞിട്ട് ഇവർക്ക് ടെൻഷൻ മാറുകയുള്ളൂ എന്നുള്ള അതിന്റെ സത്യം ശരിയല്ലേ? ഭംഗിയായിട്ട് നമുക്ക് തീർക്കണം. ഏറ്റവും ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിഗംഭീരമായിട്ട് തന്നെ ഫിനിഷ്. ഇപ്പൊ ഞാൻ എല്ലാവരോടും ചോദിക്കുമ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് അവരൊക്കെ പറയുന്നത് എല്ലാ വർഷവും ഇതുപോലെ നമുക്ക് ചെയ്യണേ. ജനറൽ ബോഡി ഇനി വേണ്ടെന്ന് പറയുന്നത്. അതെ എൻ്റെ അടുത്ത് കുറേ പേര് പറയും ഇനി ജനറൽ ബോഡി വേറെ നമുക്ക് ഫാമിലി ആയിട്ട് ഇങ്ങനെ വരുമ്പോൾ ഭയങ്കര ഒരു സുഖമാണെന്നാണ് എല്ലാവരും പറഞ്ഞത്. നമുക്ക് ശ്രമിച്ചു നോക്കാം. അതെ എനിക്കും ഇത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. വിൻകുട്ടനും ഇതിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് വിൻകുട്ടൻ വന്ന് കഥകൾ വീട്ടിൽ പറയുന്നതുകൊണ്ട് എനിക്കും ആക്ച്വലി ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്ന പോലെ തന്നെ എനിക്കുള്ളത്. പിന്നെ ആക്ച്വലി ഗേൾസിനെ കുറിച്ച് എടുത്ത് പറയണം. ചേച്ചിമാരൊക്കെ ആണെങ്കിലും വീട്ടിൽ പിള്ളേരെയൊക്കെ നിർത്തിയിട്ട് അവരിതിൻ്റെ കൂടെ തന്നെയായിരുന്നു എല്ലാവരും ഡേ ആൻഡ് നൈറ്റ് ഇതേപോലെ വർക്ക് ചെയ്ത ആൾക്കാർ. എങ്ങനെയുണ്ട് ജോളിച്ച് കാര്യങ്ങൾ? വളരെ നന്നായിട്ട് പോകുന്നു. ഇന്നലെ വരെ ഡൗട്ടായിരുന്നു എങ്ങനെ പോകുന്നുള്ളൂ, കാരണം ഇത് ഫസ്റ്റ് ടൈം ആണല്ലോ നമ്മുടെ. പക്ഷേ പ്ലാൻ കുറച്ചൊന്ന് ലേറ്റായി തുടങ്ങാൻ, പക്ഷെ അത് കഴിഞ്ഞ പിന്നെ എല്ലാം സന്തോഷം. ഇപ്പൊ ടെൻഷൻ ഉണ്ടെന്ന് തോന്നല്ലോ? ഇല്ല, അത് കഴിഞ്ഞാൽ ടെൻഷൻ അല്ല, ഓരോന്നിങ്ങനെ തീരുമ്പോൾ നമ്മുടെ ഇത്രയും ദിവസത്തെ ആ ഒരു സ്ട്രെസ് ഇങ്ങനെ ഇരുന്ന് കാണാൻ പറ്റുന്നില്ല. നമ്മുടെ റിസൾട്ട് ആക്ച്വലി നമ്മൾ എല്ലാവരും ഹാപ്പിയാ. നിങ്ങൾ കൊടുത്ത ഫൈനൽ ഔട്ട്പുട്ട് ആക്ച്വലി എല്ലാവരും ഹാപ്പിയാ. നമ്മുടെ എല്ലാ അംഗങ്ങളും ഹാപ്പിയാണ്. അവരുടെ കുടുംബാംഗങ്ങളും ഭയങ്കര ഹാപ്പി. അതാണ് എല്ലാവരും നല്ല ത്രില്ലാണ് ആക്ച്വലി. ഇവിടെ ഞങ്ങൾക്കൊരു പിക്നിക് മൂഡുണ്ട് ഇപ്പൊ അല്ലേ? ചക്കി ഫ്രഷ് ആട്ട കൊണ്ടുള്ള ചപ്പാത്തി ഓരോ ഗോതമ്പ് മണിയും ന്യൂട്രീഷൻ ലോക്ക് ചെയ്ത് ഫൈബറിനാൽ സമ്പുഷ്ടമാണ്. അജ്മി ചക്കി ഫ്രഷ് ആട്ട കുടുംബത്തിന്റെ ആരോഗ്യത്തിന് ഒരു പ്രോമിസ്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. Ladies and gentlemen, this is your captain speaking. Brides of Maharani from Maharani Wedding Collections, Todupuzha. Every bride is a Maharani.